നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സോളാർ കരാറുകൾ നേടാൻ അദാനി 26.5 കോടി ഡോളർ കൈക്കൂലി കൊടുത്തതായി US പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സാധ്യമായ എല്ലാ നിയമവഴികളും അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനു വേണ്ടി തേടുമെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. കുറ്റങ്ങൾ തെളിവ് സഹിതം സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം അദാനി ഗ്രൂപ്പും കേസിലെ ആരോപണ വിധേയരും പൂർണ്ണമായും നിരപരാധികളാണ്. ഉന്നത നിലവാരം പുലർത്തുന്നതാണ് ഗ്രൂപ്പിന്റെ പ്രവർത്തന ഘടന. പൂർണ്ണമായും എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് സുതാര്യമായാണ് പ്രവർത്തനം. രാജ്യത്തെ എല്ലാ നിയമങ്ങളോടും കൂറു പുലർത്തിയാണ് ഗ്രൂപ്പ് പോകുന്നതെന്ന് ഓഹരി ഉടമകൾക്കും ബിസിനസ് പങ്കാളികൾക്കും ജീവനക്കാർക്കും ഉറപ്പ് നൽകുന്നതായും അദാനി ഗ്രൂപ്പ് പറഞ്ഞു. എന്തായാലും US പ്രോസിക്യൂട്ടറുടെ കുറ്റപത്രം കോൺഗ്രസിനെ തിരിഞ്ഞുകുത്തുകയാണ്. കുറ്റപത്രത്തിൽ പരാമർശിക്കുന്ന സംസ്ഥാനങ്ങൾ ആ സമയത്ത് ഭരിച്ചത് കോൺഗ്രസോ സഖ്യകക്ഷികളോ ആണെന്ന് BJP തിരിച്ചടിച്ചു. BJP IT സെൽ മേധാവി അമിത് മാളവ്യയാണ് ഇക്കാര്യം എക്സിൽ കുറിച്ചത്. വിവാദങ്ങളിൽ പ്രതികരിക്കും മുമ്പ് വസ്തുതകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന ആമുഖത്തോടെയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ പോസ്റ്റിന് മറുപടിയായുള്ള മാളവ്യയുടെ കുറിപ്പ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ 2021 ജൂലൈ മുതൽ 2022 ഫെബ്രുവരി വരെ ഭരിച്ചിരുന്നത് പ്രതിപക്ഷ പാർട്ടികളാണെന്ന് മാളവ്യ കുറിച്ചു. കോൺഗ്രസും സഖ്യകക്ഷികളും ഈ കോഴയുടെ പങ്കുപറ്റിയോ എന്ന് മറുപടി പറയണമെന്നും മാളവ്യ തിരിച്ചടിച്ചു. ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിന്റെ 48ാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അറ്റോർണിയായ ബ്രയോൺ സ്റ്റേറ്റ്സി പീസ് ആണ് അദാനിക്കെതിരെ കുറ്റം ചുമത്തിയത്. കേസിൽ ഗൗതം അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായാണ് റിപ്പോർട്ട്. പിന്നാലെ ബ്രയോൺ സ്റ്റേറ്റ്സി പീസിന് ജോർജ് സൊറോസുമായുള്ള ബന്ധവും പുറത്തു വരുന്നുണ്ട്. ബ്രയോൺ പീസിന്റെ ഭാര്യ ജാക്വലിൻ ജോൺസ് പീസ് അൽബാമയിലെ മോണ്ട് ഗോമറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തുല്യനീതി ഇനീഷ്യേറ്റീവിലെ ഡെവലപ്മെന്റ് ഡയറക്ടറും സീനിയർ അറ്റോർണിയുമാണ്. ലാഭേച്ഛയില്ലാതെ മനുഷ്യാവകാശ സംഘടന സ്ഥാപിച്ചത് ബ്രയാൻ സ്റ്റീവൻസൺ ആണ്. എന്നിരുന്നാലും രസകരമായൊരു ഭാഗം, അദ്ദേഹം ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസ് US പ്രോഗ്രാംസ് ബോർഡ് അംഗമാണ്. ഇത് പീസ് ദമ്പതികളും ജോർജ് സൊറോസും തമ്മിലുള്ള ബന്ധം വ്യക്തമായി സ്ഥാപിക്കുന്നു. തങ്ങളുടെ കുൽസിത കൂട്ടുകെട്ടിലൂടെ അദാനി ഗ്രൂപ്പിനെ ലക്ഷ്യം വെക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്തോ ദുഷ്ടലാക്കുണ്ടെന്ന് ഇത് നിസ്സംശയം സൂചിപ്പിക്കുന്നു. ഒരേ സമയം 2 വിദേശ രാജ്യങ്ങൾ പ്രധാനമന്ത്രിക്കും അദാനിക്കുമെതിരെ ഏതാണ്ട് ഒരേ സമയം ആരോപണമുയർത്തുമ്പോൾ തന്നെ പ്രതിപക്ഷം ഇന്ത്യയിൽ മോദിയെയും അദാനിയെയും ചേർത്തുവെച്ച് കുറ്റവിചാരണ നടത്തുകയാണ്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് വീണ്ടും മണിപ്പൂരിൽ പ്രശ്നം ആളിക്കത്തിയത് എല്ലാവരും കണ്ടതാണ്. ഇതുവരെയുള്ള മണിപ്പൂർ പ്രശ്നങ്ങളിൽ ഭാഗമല്ലാതെയായിരുന്ന പ്രദേശത്താണ് ഇക്കുറി അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനു പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയാണെന്നും വ്യക്തമാണ്. ആരോപണമുയർന്നതോടെ വ്യാഴാഴ്ച മാത്രം വീണ്ടും അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വില ഇടിഞ്ഞതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പിന് 1200 കോടി ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായത്. ഏതാണ്ട് ഹിഡൻബർഗ് ആരോപണക്കാലത്തുണ്ടായ തിരിച്ചടിക്ക് തുല്യമായ തിരിച്ചടിയാണ് ഓഹരി വിപണിയിൽ അദാനിക്ക് ഉണ്ടായിരിക്കുന്നത്. മാസങ്ങളോളം എടുത്താണ് ഹിഡൻബർഗ് ആരോപണം വലിച്ചെറിഞ്ഞ ചെളി കഴുകിക്കളയാൻ അദാനിക്കായത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ തിരിച്ചടിയും. എന്തായാലും വിദേശത്ത് അദാനിക്കെതിരെ വൻ കരുനീക്കങ്ങൾ നടക്കുന്നു എന്ന് വേണം കരുതാൻ. ഡെമോക്രാറ്റുകളും ജോ ബൈഡനും അധികാരം വിട്ടൊഴിയുകയും പകരം റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡൊണാൾഡ് ട്രംപും അധികാരത്തിൽ വന്നതോടെ ഡീപ് സ്റ്റേറ്റിന് കാര്യമായി ഒന്നും ചെയ്യാനാവില്ല എന്ന പ്രതീതിയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. മോദി സർക്കാരിനും അദാനിക്കുമെതിരെ എന്തോ ശക്തമായ നീക്കം നടക്കുന്നു. ഇന്ത്യയിൽ ഒരു സാമൂഹിക കലാപത്തിന് പ്രതിപക്ഷ പാർട്ടികളും NGOകളും വട്ടം കൂട്ടുന്നു എന്ന റിപ്പോർട്ടിനെയാണ് ഇത് സാധൂകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.